ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ മറ്റൊരു ചരിത്ര ആവിഷ്കാരം കൂടി പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ അഭിമാന പദ്ധതി, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം അടൽ സേതു. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെ വികസന വളർച്ചയ്ക്ക് അതിവേഗം പകരുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. മഹാനഗരത്തിന്റെ ഭാവി വികസനം മുന്നിൽ കണ്ട് 90കളിൽ ആസൂത്രണം ചെയ്തൊരുക്കിയ നവി മുംബൈ മേഖലയുടെ അടുത്ത ഘട്ടം വളർച്ചയ്ക്കും കളമൊരുക്കുകയാണ് രാജ്യത്തിന്റെ ഈ അഭിമാന കടൽപാലം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള പാലങ്ങളിൽ 12ാം സ്ഥാനവും അടൽ സേതു സ്വന്തമാക്കിയിട്ടുണ്ട്. 6 ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനാണ് ജനുവരി 12-ന് പാലത്തിന്റെ ഉദ്ഘാടനത്തോടെ വിരാമമിട്ടത്. 1972-ൽ മുംബൈ വികസനവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാർ സർവേ ആരംഭിച്ചു. 1978-ൽ വീണ്ടും ഒരു സർവേ. മുംബൈയുടെ വികസനത്തിന് ഇങ്ങനെയൊരു പാത വളരെ നിർണായകമാണെന്ന നിഗമനത്തിലാണ് 2 സർവേകളും അവസാനിച്ചത്. സേവറിൽ നിന്ന് നവി മുംബൈയിലേക്കുള്ള നോർത്ത് റൂട്ടിനെ കുറിച്ച് 1981-ൽ ഒരു സ്റ്റിയറിംഗ് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നടപടികൾ മുന്നോട്ട് നീങ്ങിയില്ല. 10 വർഷങ്ങൾക്കു ശേഷം 1990കളുടെ അവസാനം മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോഴാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. 2016-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിനു വേണ്ടിയുള്ള തറക്കല്ലിട്ടു. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് നിർമ്മാണ കരാർ നൽകി. ജപ്പാൻ സഹകരണത്തോടെയായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ ആരംഭിച്ചു. പിന്നീട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആകെ തടസ്സമുണ്ടായിരുന്നത് കോവിഡ് മഹാമാരി മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലം 21.8 കിലോമീറ്റർ ദൂരത്തിലാണ് കടലിലൂടെ നീണ്ടുകിടക്കുന്നത്. 6 വരികളിലായി 22 കിലോമീറ്റർ നീളമുള്ള പാതയുടെ 16.5 കിലോമീറ്റർ ഭാഗം കടലിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ്. 27 മീറ്ററാണ് പാലത്തിന്റെ വീതി. 18,000 കോടി രൂപയാണ് അടൽ സേതുവിന്റെ നിർമ്മാണ ചിലവ്. സേവറിൽ നിന്ന് നവി മുംബൈയിലേക്ക് റോഡ് മാർഗം 2 മണിക്കൂർ യാത്രക്ക് പകരം ഈ കടൽപാതയിലൂടെ വെറും 28 മിനിറ്റ് യാത്ര മതി. ഒരു ദിവസം 70,000 വാഹനങ്ങൾക്ക് ഈ പാതയിലൂടെ കടന്നു പോകാം. ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോ ട്രാഫിക് ഡക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം കൂടിയാണ് അടൽ സേതു. പാലത്തിനടിയിലൂടെ കപ്പലുകൾക്കും സുഗമമായി യാത്ര ചെയ്യാം. ടോൾ ബൂത്തുകൾക്ക് പകരം ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനമാണ് പാതയിലുള്ളത്. മുംബൈ വിമാനത്താവളം, JNPT പോർട്ട്, മുംബൈ ഗോവ ഹൈവേ എന്നിവിടങ്ങളുമായി ബന്ധിക്കാനും അടൽ സേതു എളുപ്പമാർഗമാണ്. ഗതാഗത തടസ്സമില്ലാത്ത ഈ പാതയിലൂടെയുള്ള യാത്രയിലൂടെ പ്രതിവർഷം ഏകദേശം 10 ബില്യൺ ലിറ്റർ ഇന്ധന ലാഭം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. പാലത്തിലൂടെ കടത്തിവിടുന്ന വ്യത്യസ്ത വാഹനങ്ങൾക്കും വാഹന വേഗതയ്ക്കും നിശ്ചിത പരിധിയുണ്ട്. അപകടങ്ങളും മറ്റ് തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനാണ് ഈ നിയന്ത്രണം. മുംബൈയിലെ ഗതാഗത കുരുക്കഴിക്കാൻ കോസ്റ്റൽ റോഡും ഒരുങ്ങുന്നുണ്ട്. കടലിലൂടെ ഏകദേശം 29 കിലോമീറ്റർ നീളത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ട്രാൻസ് ഹാർബർ ലിങ്ക് പാലവും കോസ്റ്റൽ റോഡ് പദ്ധതിയും ബന്ധിക്കുമ്പോൾ സമാനതകളില്ലാത്ത ഇന്ത്യയുടെ മറ്റൊരു വികസന ചരിത്രമായി അത് മാറിയേക്കാം.